ഹായ്, എല്ലാവർക്കും ടേസ്റ്റി ഹോമിലെ ട്രീറ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 4 മണിക്ക് ചായയുടെ ഒപ്പം കഴിക്കാവുന്ന ഒരു ബോണ്ടയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അതിന് വേണ്ട സാധനങ്ങൾ: 2 പച്ചമുളക് അരിഞ്ഞത്, ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, മല്ലിയില ഒരു നുള്ള്, ജീരകം ഒരു 1/2 ടീസ്പൂൺ, വലിയ ഉള്ളി അരിഞ്ഞത് 1 കപ്പ്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്. അപ്പോൾ തുടങ്ങിയാലോ. ആദ്യമായി പാനിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ചൂടായി വരുമ്പോൾ ജീരകം ഇട്ട് മൂപ്പിക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് ഇട്ട് വഴറ്റുക. അതിനുശേഷം ഇഞ്ചിയിട്ട് വഴറ്റുക. എല്ലാം നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി അരിഞ്ഞതിട്ട് വഴറ്റുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് വഴറ്റുക. നന്നായി വഴന്നു വരുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. 2 മിനിറ്റ് നേരം വഴറ്റണം. ഗരം മസാല 2 ടീസ്പൂൺ ചേർക്കുക. അതും ഇട്ട് നന്നായി വഴറ്റുക. നന്നായി വഴന്നു വന്നതിന് ശേഷം വേവിച്ച് ഉടച്ചു വെച്ച് ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങിൽ എല്ലാ മസാലയും നന്നായി പിടിക്കുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്ത് കൊണ്ടിരിക്കണം. എല്ലാ ഭാഗത്തും മസാല പിടിച്ചോ എന്ന് വരുമ്പോൾ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി തീ ഓഫ് ചെയ്ത് വയ്ക്കുക. കുറച്ച് മല്ലിയില അതിന് മുകളിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ ബോണ്ടയ്ക്കുള്ള മസാല റെഡിയായി. ഇനി ഒരു പാത്രത്തിൽ 1 കപ്പ് കടലമാവ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. 1 ടീസ്പൂൺ ഗരം മസാലയും ഇടുക. എന്നിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്യണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ ആ ബാറ്റർ റെഡിയാക്കുക. കട്ട പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഉള്ള ബാറ്ററായിരിക്കണം. അധികം ലൂസാവാനും അധികം കട്ടിയാവാനും പാടില്ല. നന്നായി ഇളക്കി കട്ടയില്ലാതെ ഇളക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഓരോ ഉരുളകളാക്കി എടുത്ത് ഉരുട്ടി വയ്ക്കുക. നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ഓരോ ഉരുളകളെടുത്ത് ഉരുട്ടി നല്ല ഷേപ്പിലാക്കി വയ്ക്കുക. അങ്ങനെ എല്ലാ മസാലയും നമ്മൾ ഉരുളകളാക്കി വയ്ക്കുക. നമുക്ക് ചായക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സാധാരണ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ബോണ്ടയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. അങ്ങനെ എല്ലാ ഉരുളകളും തയ്യാറായിരിക്കണം. ഇനി ഒരു ചീനച്ചട്ടിയിൽ ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം ഓരോ ഉരുളകളും ആ കലക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കി എണ്ണയിലേക്ക് ഇടുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, നല്ല ചൂട് ആവരുത്. അങ്ങനെ ഓരോ ഉരുളകളും മിക്സിൽ മുക്കി ബോണ്ടകളാക്കി നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഒരു ഭാഗം ബ്രൗൺ കളറാവുമ്പോൾ അത് മറിച്ചിട്ട് മറുഭാഗം വറുക്കുക. അങ്ങനെ 2 പുറവും മറിച്ചിട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കുക.
മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. അങ്ങനെ 2 ഭാഗവും വറുത്ത് വന്നതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഉരുളകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പലഹാരമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ നമുക്ക് ബൈ.